ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ചരിത്രത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ദേശമാണല്ലോ ബംഗ്ലാദേശ്. 1971 ബംഗ്ലാദേശ് വിമോചന പോരാട്ടകാലത്ത് നടന്ന കലാപങ്ങളും അനന്തര പ്രതിസന്ധികളും ചെറുതായിരുന്നില്ല. ലക്ഷക്കണക്കിന് മനുഷ്യർക്കന്ന് ജീവൻ നഷ്ടപ്പെട്ടു. പാകിസ്ഥാൻ സൈനികരും റസാക്കർ എന്ന അർദ്ധസൈനികരും ചേർന്ന് നടത്തിയ മനുഷ്യത്വവിരുദ്ധ മുന്നേറ്റത്തെ ചരിത്രം അത്രമേൽ വേദനകളോടെയാണ് ഓർത്തുവെക്കുന്നത്. 3 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ഹിന്ദുവിശ്വാസികൾ മാത്രം കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ സ്ത്രീവിരുദ്ധ കയ്യേറ്റങ്ങൾ നടന്ന സന്ദർഭങ്ങളിലൊന്നും അതുതന്നെയാണ്. എല്ലാ പ്രക്ഷോഭങ്ങളിലും അവയുടെ ക്രൗര്യമുഖം ഒടുവിൽ നിസ്സഹായരായ അവിടങ്ങളിൽ സ്ത്രീകൾക്ക് നേർക്കാണല്ലോ തിരിയാറുള്ളത്. ഒടുവിൽ 90% മുസ്ലിംകളും 10-ൽ താഴെ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ ഇതര വിശ്വാസികളും പൗരന്മാരായുള്ള ബംഗ്ലാദേശ് സ്വതന്ത്രമായി. ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ പിന്നെയും ബംഗ്ലാദേശിന് തേടിയെത്തി. മറ്റു പലയിടങ്ങളിലുമെന്ന പോലെ പ്രക്ഷോഭങ്ങളിൽ ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങളും അവരുടെ ആരാധനാ വ്യവഹാരങ്ങളും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരം ഇതര മതവിരുദ്ധ സമീപനങ്ങൾ ചിലപ്പോഴെങ്കിലും നോർമലൈസ് ചെയ്യപ്പെടുകയോ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിർത്തി പോരുകയോ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ഇത്തരം അരാഷ്ട്രീയ മുസ്ലിം വിദ്വേഷ പ്രവർത്തികൾ നമ്മൾ പലകുറി കണ്ടവരാണ്. ഇന്ത്യയിലെ മണിപ്പൂർ ഈ ന്യൂനപക്ഷ മനോഭാവങ്ങളുടെ കത്തുന്ന ഉദാഹരണമായി എടുക്കാം. 2013-നും 2021-നും ഇടയ്ക്ക് 3679 അക്രമങ്ങൾ ബംഗ്ലാദേശിൽ നടന്നുവെന്ന് ബംഗ്ലാദേശ് മനുഷ്യാവകാശ സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ബംഗ്ലാദേശ് ജനത പക്ഷേ ഇതൊരു മനുഷ്യത്വവിരുദ്ധ ഹിന്ദുവിരുദ്ധ കലാപത്തിൽ ഒടുങ്ങരുതെന്ന് കരുതൽ കാണിച്ചു. എന്നിട്ടും ചിലയിടങ്ങളിൽ ചില അനിഷ്ടങ്ങൾ നടന്നു. 54 ജില്ലകളിൽ നിന്നായി 200-ലേറെ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയതായി റിപ്പോർട്ടുകളുണ്ട്. നോക്കൂ, 17 കോടിയോളം വരും ബംഗ്ലാദേശിലെ ആകെ ജനസംഖ്യ. അതിൽ 8% അഥവാ 1.31 കോടിയോളം വരും ഹൈന്ദവ വിശ്വാസികൾ. അവരും രാഷ്ട്ര പൗരന്മാരാണ്. ബംഗ്ലാദേശിൽ സ്വസ്ഥമായി ജീവിക്കാനും അവകാശങ്ങളോടെ കഴിയാനും അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ബംഗ്ലാദേശ് ഗവൺമെൻറ്റും ഭൂരിപക്ഷം ജനങ്ങളും സ്വീകരിക്കുന്ന നിലപാട്. അതിനിടയിലാണ് ചില തീവ്രവിചാര പ്രത്യയശാസ്ത്ര വക്താക്കൾ രാഷ്ട്രീയ പ്രേരിതമായ പ്രക്ഷോഭങ്ങളിൽ മതം കലക്കാനിറങ്ങുന്നത്. എത്ര അരാഷ്ട്രീയമാണ് ഈ നിലപാടെന്ന് നോക്കൂ. ആപൽഘട്ടങ്ങളിൽ വിശേഷിച്ചും ഊന്നും താങ്ങുമാകുന്ന മതസമീപനങ്ങളിൽ വിദ്വേഷത്തിൻ്റെ വിഷം കലക്കുകയാണിവർ. തങ്ങൾ വിശ്വാസം സ്ഥാപിച്ചെടുക്കേണ്ടത് ഇതര മതവ്യവഹാരങ്ങൾക്കെതിരെ കൊലവിളി നടത്തിയിട്ടല്ലെന്ന മതപാഠം ആരാണവരെ പഠിപ്പിക്കുക? നൊബേൽ പ്രൈസ് ജേതാവ് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിലെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായിരിക്കുന്നു. രാജ്യം സാക്ഷിയായ വലിയൊരു പ്രക്ഷോഭത്തിൽ അന്യായമായി മുറിവേറ്റ ഹിന്ദുവിശ്വാസികളെ സമാധാനിപ്പിക്കാനും ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും മുന്നിലുണ്ട് അദ്ദേഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ചില ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അമ്പലങ്ങളുടെയും ബുദ്ധവ്യവഹാരങ്ങളുടെയും കവാടങ്ങൾക്ക് മുന്നിൽ കാവൽ നിൽക്കുന്ന മുസ്ലിംകളുടെ ചിത്രങ്ങളായിരുന്നു അവ. രാഷ്ട്രം മനുഷ്യച്ചോരയിൽ ഒലിച്ചു പോകാതിരിക്കാൻ നല്ല മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും സർഗാത്മകമായ ചെറുത്തുനിൽപ്പാണ് ആ ചിത്രങ്ങളിൽ വെളിപ്പെടുന്നത്. വിശ്വാസിയായ ഒരു മനുഷ്യനിത ഒരു ക്ഷേത്രത്തിൻ്റെ വഴിയിൽ നിസ്കരിച്ചു കഴിയുന്നു. അക്രമികൾ ഇതുവഴി വരരുത് എന്ന പ്രഖ്യാപനമാണത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും സ്പർശമായ ഇത്തരം രംഗങ്ങളാണ് രാഷ്ട്രത്തിൻ്റെയും മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ സമാധാനം വിളയിക്കുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ, ഇസ്ലാമിൻ്റെ പാഠം.